നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിലിക്കോട് ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തുകയായിരുന്ന പാൻ മസാല ശേഖരം ചന്തേര പോലീസ് പിടികൂടി. 3000-ഓളം വലിയ പാക്കറ്റുകളിൽ നിറച്ച 25 ചാക്ക് പാൻ മസാല ഉൽപ്പന്നങ്ങളാണ് വ്യാഴാഴ്ച പുലർച്ചെ പോലീസ് പിടിച്ചത്. തൃക്കരിപ്പൂരിൽ വീടിനകത്ത് എയർ കണ്ടീഷണർ കത്തി പുക പടർന്നു. കുതിച്ചെത്തി ആശങ്കയൊഴിവാക്കി വീട്ടുകാരെ പുറത്തെത്തിച്ച് അഗ്നിരക്ഷാസേന തീയണച്ചു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റും കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പ്രസിഡന്റുമായ ഗാർഡർ വളപ്പിലെ കെ കണ്ണൻ കുഞ്ഞി അന്തരിച്ചു. മൃതദേഹം ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. യോഗാചാര്യൻ KN ശംഭു നമ്പൂതിരിയുടെ സ്വാതിയോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് 50-ാം വാർഷികാഘോഷവും ആദരിക്കൽ ചടങ്ങും ശനിയാഴ്ച നടക്കും. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. ബ്രോഷർ പ്രകാശനം നടന്നു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പെരിയയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി നാടകോത്സവം ഉദുമ നിയോജക മണ്ഡലം MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം സന്തോഷ് കിഴാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജൂലൈ 9-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് തല കൺവെൻഷൻ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടന്നു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പട്ടികവർഗ പുനരധിവാസ മിഷന്റെ 10 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ജൂൺ 21-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പിലിക്കോട് ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തുകയായിരുന്ന പാൻ മസാല ശേഖരം ചന്തേര പോലീസ് പിടികൂടി. 3000-ഓളം വലിയ പാക്കറ്റുകളിൽ നിറച്ച 25 ചാക്ക് പാൻ മസാല ഉൽപ്പന്നങ്ങളാണ് വ്യാഴാഴ്ച പുലർച്ചെ പോലീസ് പിടിച്ചത്. പാൻ മസാല ലോഡുമായി കാസർഗോഡ് സ്വദേശികളായ 2 പേരെയാണ് മിനി ലോറിയിൽ പിടികൂടിയത്. മധൂർ ഉളിയത്തടുക്ക നാഷണൽ നഗറിലെ AV സമീറിനെയും കാസർഗോഡ് ബംബ്രാണ ആരിക്കാടി കുന്നിലെ B സിദ്ദിഖിനെയുമാണ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരം SI സതീഷ് വർമ്മയും സംഘവും വ്യാഴാഴ്ച പുലർച്ചെ നിരോധിത പാൻ ഉൽപ്പന്നങ്ങളുമായി പിടികൂടിയത്. ഇന്ന് പുലർച്ചെ 2:30 മണിക്ക് ചെറുത്തൂന്നാണ് പിടിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മുമ്പ് ഫെബ്രുവരിയിൽ നമ്മൾ ഇതേമാതിരി പിടിച്ചിരുന്നു. ഇവിടെ കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്, കോഴിക്കോടൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 2-3 പ്രാവശ്യം നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടും സാധനം നമ്മളെ നിന്ന് മിസ്സായി. ഇന്നലെ ഇപ്പോൾ ഇൻഫർമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് SP-ന്റെ കർശന നിർദ്ദേശമുണ്ട് രാത്രി കാലങ്ങളിൽ വാഹന പരിശോധന കർശനമാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തുന്ന സമയത്താണ് നമുക്കിത് കിട്ടിയത്. ഇപ്പോൾ ഇതിൻ്റെ വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇത് കോഴിക്കോട് കൊണ്ട് ഇത് ഹിന്ദിക്കാരാണ് ഇത് വാങ്ങുന്നത്. ഇനി സാധനങ്ങൾ വാങ്ങി സപ്ലൈ ചെയ്യുന്നത് ഹിന്ദിക്കാരാണ്. ഇയാൾക്ക് അതിൻ്റെ മുകളിൽ ഓരോ ഇതിൻ്റെ മുകളിലും ഇന്നാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഓരോ ചാക്കിനും മുകളിൽ വിനോദ് അങ്ങനെ കുറേ പേരുണ്ട്. നല്ല ഹിന്ദിക്കാരാണെന്നാണ് പറഞ്ഞത്. ഇവർക്ക് വേറൊന്നുമില്ല. ഇവരിവിടുന്ന് മംഗലാപുരത്ത് എടുത്തിട്ട് സാധനം അവിടെ കൊണ്ടുകൊടുക്കൽ മാത്രം. അവിടെ വന്ന് അവർ കളക്ട് ചെയ്തോളൂന്നാണ് പറയുന്നത്. ദേശീയപാതയിലെ പിലിക്കോട് മട്ടലായയിൽ വ്യാഴാഴ്ച പുലർച്ചെ 2:30 വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവർ വലയിലായത്. 3000-ഓളം വലിയ പാക്കറ്റ് പാൻ ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് നിന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. SH വെജിറ്റബിൾ എന്ന പേരുള്ള KL14 AF 4052 മിനി ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചന്തേര SI NK സതീഷ് വർമ്മയ്ക്കൊപ്പം ഡ്രൈവർ ഹരീഷ്, ഹോംഗാർഡ് രാമചന്ദ്രൻ എന്നിവരുൾപ്പെടുന്ന സംഘമാണ് പുലർച്ചെ പാൻ ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂരിൽ വീടിനകത്ത് എയർ കണ്ടീഷണർ കത്തി പുക പടർന്നു. കുതിച്ചെത്തി ആശങ്കയൊഴിവാക്കി വീട്ടുകാരെ പുറത്തെത്തിച്ച് അഗ്നിരക്ഷാസേന തീയണച്ചു. തൃക്കരിപ്പൂർ ടൗണിലെ മുനവരുൽ മദ്രസയ്ക്കടുത്തുള്ള അഡ്വക്കേറ്റ് അബൂബക്കറിന്റെ വീട്ടിലാണ് സംഭവം. വീടിന് മുകൾ നിലയിൽ ഒരുക്കിയ ഹോം തിയേറ്ററിലെ എയർ കണ്ടീഷണർ കത്തി വീടിനകത്ത് പുക നിറയുകയായിരുന്നു. തീപ്പൊരി വീണ് മുറിക്കകത്തെ സോഫകളും ചുമരിലെ പാനലുകളും ഇലക്ട്രോണിക് സാധനങ്ങളും കത്തിയമർന്നു. വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കരുതുന്നു. സംഭവം നടക്കുമ്പോൾ അബൂബക്കറിനൊപ്പം ഭാര്യയും മക്കളും കുടുംബവുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ലീഡിംഗ് ഫയർമാൻ K മനോജിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളെത്തി തീയണച്ച് കത്തിയ സോഫകളും മറ്റും പുറത്തെത്തിക്കുകയായിരുന്നു. വീട്ടുകാരെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയായിരുന്നു സേനാംഗങ്ങളുടെ ഇടപെടൽ. ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബിരിച്ചേരിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനെത്തിയിരുന്നു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റും കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പ്രസിഡന്റുമായ ഗാർഡർ വളപ്പിലെ കെ കണ്ണൻ കുഞ്ഞി അന്തരിച്ചു. മൃതദേഹം ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റും ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റുമായ കെ കണ്ണൻ കുഞ്ഞി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. മൃതദേഹം കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തി. ഭാര്യ ഭാനുമതി, മക്കൾ നിശാന്ത്, നീന, നിജേഷ് എന്നിവരാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യോഗാചാര്യൻ KN ശംഭു നമ്പൂതിരിയുടെ സ്വാതിയോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് 50ാം വാർഷികാഘോഷവും ആദരിക്കൽ ചടങ്ങും ശനിയാഴ്ച നടക്കും. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. ബ്രോഷർ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് ശ്രീ സ്വാതി യോഗ നാച്ചുറോപ്പതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാനും പ്രശസ്ത യോഗാചാര്യനുമായ KN ശംഭു നമ്പൂതിരിയുടെ യോഗ പരിശീലനത്തിന് 50 വർഷം തികയുകയാണ്. 50ാം വാർഷികാഘോഷവും ആദരിക്കൽ ചടങ്ങും ജൂൺ 21 ശനിയാഴ്ച 2:30 കാഞ്ഞങ്ങാട് കുന്നുമ്മൽ യോഗ ഹാളിൽ വെച്ച് നടക്കും. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത യോഗ വ്യായാമ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആചാര്യനാണ് അദ്ദേഹം. പക്ഷേ ഒരു തരത്തിലും അദ്ദേഹം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരാതെ, അതായത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു സമ്പാദനം ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന രോഗാതുരായ ആളുകളെ അദ്ദേഹത്തിൻ്റെ സാന്ത്വന സ്പർശം കൊണ്ട് സമാശ്വസിപ്പിക്കുകയും അവരെയെല്ലാം അവർക്കുള്ള രോഗാവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കുകയും ചെയ്തു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും പറഞ്ഞപ്പോൾ മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ യോഗ പരിശീലനം യോഗ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിക്കും. യോഗാചാര്യൻ N. ശംഭു നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തും. ആഘോഷ കമ്മിറ്റി കൺവീനർ EV വിജയൻ സ്വാഗതവും ആഘോഷ കമ്മിറ്റി ട്രഷറർ M. കൃഷ്ണൻ നന്ദിയും പറയും. യോഗ ക്ലാസ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും യോഗ ഡാൻസും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഐശ്വര്യകുമാരൻ, EV വിജയൻ, M. കൃഷ്ണൻ, KN ശംഭു നമ്പൂതിരി, C. മുഹമ്മദ് കുഞ്ഞി, TP കുഞ്ഞിക്കണ്ണൻ, MG പുഷ്പ, PM ഹസൈൻ ഹാജി, EV സുധാകരൻ, MV രാഘവൻ, മാധവൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പെരിയയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി നാടകോത്സവം ഉദുമ നിയോജക മണ്ഡലം MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം സന്തോഷ് കിഴാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി നാടകോത്സവം MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഇന്റർപോളി യൂണിയൻ ചെയർമാൻ VM അൻസിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പോളിടെക്നിക് കലോത്സവം, ഇന്റർപോളി കലോത്സവങ്ങളിൽ കണ്ട ഒരുപാട് നാടകങ്ങൾ ഒരുപക്ഷെ കുറേയൊക്കെ നേരത്തെ ഈ ഉദ്ഘാടന സമ്മേളനം തുടങ്ങിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നാടകങ്ങളിലേക്ക് എങ്ങനെയാണ് പോളിയിൽ ഈ ഇന്റർപോളിയുടെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നാടകങ്ങൾ എത്രത്തോളമാണ് അതിന്റെ ആവേശം എനിക്ക് പറയാൻ സാധിക്കുന്നതായിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സച്ചിൻ രാജ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഋഷിത C. പവിത്രൻ, യൂണിയൻ വൈസ് ചെയർമാൻ സിനോജ്, ലേഡി വൈസ് ചെയർമാൻ ആവണ്യ, ജോയിന്റ് സെക്രട്ടറി ബിപിൻ, യൂണിയൻ ട്രഷറർ പ്രമോദ്, വാർഡ് മെമ്പർ അശോകൻ, അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു.
യൂണിയൻ ജനറൽ സെക്രട്ടറി വൈഷ്ണവ് സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പ്രണവ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് തല കൺവെൻഷൻ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടന്നു. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് തല കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ശോഭ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ജനങ്ങളുടെ ജീവിത നിലവാരവും പ്രത്യക്ഷ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് 2024-25 കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 4% ഇടിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ രാജ്യത്താകെ കൊടിയ അസമത്വം നിലനിൽക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. FSCTO താലൂക്ക് പ്രസിഡന്റ് PV മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KGOA ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ, KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലാമണി VK, NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് M ജിതേഷ് എന്നിവർ സംസാരിച്ചു. FSCTO താലൂക്ക് സെക്രട്ടറി ശ്രീകല P സ്വാഗതവും TV ഹേമലത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി ഗ്രാമപഞ്ചായത്ത് പട്ടികവർഗ പുനരധിവാസ മിഷന്റെ 10 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ജൂൺ 21 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്തിലെ 10 വീടുകളുടെ താക്കോൽദാനം ജൂൺ 21 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ചേർന്ന യോഗത്തിൽ MLA E ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ കേരള പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിക്കും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ അനുമോദനം നടത്തും. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി കുടിവെള്ള വിതരണം നടത്തും. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് പനത്തടി വില്ലേജിലെ കല്ലപ്പള്ളി കമ്മാടി പ്രദേശത്തെ 10 കോടി നിവാസികളുടെ സ്വപ്നമാണ് ഈ മാസം 21-ാം തീയതി സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രകൃതി ദുർബല പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ കാലവർഷം വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യത്തിൽ കുറേ വർഷമായി കഴിഞ്ഞ ഭരണസമിതികളൊക്കെ തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ നിരന്തരം ഇടപെടൽ നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. ഏതാണ്ട് 2022 ബഹുമാനപ്പെട്ട അന്നത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള സാഗത് ഭണ്ഡാരി രൺവീർ ചന്ദ് അവർ ആ സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായ സ്ഥല സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുകയും റവന്യൂ ഭൂമിയുടെ അനുവാദത്തോടെ അവരുടെ അനുമതിയോടെ 10 കുടുംബങ്ങൾക്ക് ആവശ്യമായ സ്ഥലം ദുരന്ത നിവാരണ പട്ടികവർഗ പുനരധിവാസ മിഷന്റെ ഭാഗമായി നേടിയെടുക്കുകയും അതിനാവശ്യമായ സംവിധാനത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ്, PM കുര്യാക്കോസ്, ലത അരവിന്ദ്, സുപ്രിയ ശിവദാസൻ, അരുൺ രംഗാലത്തുമല, രാധാകൃഷ്ണൻ ഗൌഡ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ഭാരതീയ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി അനുസ്മരണവും ഉന്നത വിജയികൾക്ക് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാര വിതരണവും നടത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളിയുടെ 84ാമത് ചരമവാർഷിക ദിനത്തിൽ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായി മുമ്പോട്ട് പോയ ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. ആ ദളിത് വിഭാഗത്തെ സമൂഹത്തിന്റെ വലിയ മേഖലകളിൽ കൊണ്ടുവരുന്നതിന് അയ്യങ്കാളി വഹിച്ച പങ്ക് എന്ന് പറയുന്നത് ചെറുതല്ല. ദളിത് വിഭാഗത്തിന്റെ ഓരോ മേഖലകളിലും അടിച്ചമർത്തപ്പെട്ട ദളിത് പിന്നോക്ക വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, തൊഴിൽ മേഖലകളിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KV സുധാകരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി K സിന്ധു,
ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ ദിലീപ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി തൈക്കിൽ, സുന്ദരൻ കുറിച്ചിക്കുന്ന്, എള്ളത്ത് കുഞ്ഞികൃഷ്ണൻ, കെ കുഞ്ഞികൃഷ്ണൻ, കുസുമം ചേനക്കോട്, പി രത്നാകരൻ, കെ കണ്ണൻ, സജീഷ് കൈതക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാവണേശ്വരത്തെ CPIM CITU നേതാവായിരുന്ന തണ്ണോട്ടെ കൃഷ്ണന്റെ 13ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPIM രാവണേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. CPIM രാവണീശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവണീശ്വരത്തെ CPIM-ന്റെയും CITU-വിന്റെയും പ്രമുഖ നേതാവായിരുന്ന തണ്ണോട്ടെ കൃഷ്ണന്റെ 13ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ടി രാജൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ രാജേന്ദ്രൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ്, നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU രാവണീശ്വരം ഡിവിഷൻ സെക്രട്ടറി PK ബാലൻ, A കൃഷ്ണൻ, കർഷക തൊഴിലാളി വില്ലേജ് സെക്രട്ടറി O മോഹനൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് PA ശകുന്തള, കർഷക സംഘം വില്ലേജ് സെക്രട്ടറി T ശശിധരൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ കെ ശശി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പേരളത്ത് കിരൺ നിവാസിയിലെ C രാജീവിന്റെയും കനക രാജീവിന്റെയും മകൻ കിരൺ രാജീവ് നിര്യാതനായി. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. നിരവധി ടെലിഫിലിമുകളിൽ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നു ഞാൻ നാളെ നീ, അണ്ണൻ തുടങ്ങിയ ടെലിഫിലിമുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. നിരവധി ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലും സംവിധാനം ചെയ്തിട്ടുണ്ട്. കീർത്തന ഏക സഹോദരി. അതിഞ്ഞാൽ അൻസ്വാറുൽ ഇസ്ലാം മദ്രസ കെട്ടിടോദ്ഘാടനം 23-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിഞ്ഞാൽ അൻസാറുൽ ഇസ്ലാം മദ്രസയുടെ പുതിയ കെട്ടിടം 23-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് അതിഞ്ഞാൽ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ പറഞ്ഞു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. അതിഞ്ഞാലിൽ പുതുതായി നിർമ്മിച്ച ഉമരിയ കോളേജ് ഓഫ് തർക്കിയത്തുൽ ഹുഫ്ലിന്റെ ക്യാമ്പസ് സയ്യിദ് അബ്ദുള്ള അൽ ബ്ലൂസി ഉദ്ഘാടനം ചെയ്യും. 2025 ജൂൺ 23-ന് അതിഞ്ഞാൽ മദ്രസ മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആ പരിപാടിയിലേക്ക് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സഹകരണവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ എത്തിയിട്ടുള്ളത്. ഏകദേശം 600 വർഷങ്ങൾ മുമ്പ് സോവിയറ്റ് റഷ്യയിലെ സമ്മർദ്ദത്തിന് ആഗതമായ വലിയ ചെയ്യുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ അതുകഴിഞ്ഞ സാന്നിധ്യത്തോടെ ഇസ്ലാമിൻ്റെ പ്രചരണം അതിനായി പ്രചരിച്ചിട്ടുണ്ട്. 1900 പഴയ മദ്രസ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം സയ്യിദ് അബ്ദുറഹ്മാൻ വാഫത്തുകൾ നിർവഹിക്കും. കാലപ്പഴക്കത്തിന് ശേഷം ചടങ്ങിൽ ജമാഅത്ത് പ്രസിഡന്റ് VK അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിക്കും. ഖത്തീബ് TT അബ്ദുൽ ഖാദർ അസരി പ്രാർത്ഥന നടത്തും. ജനറൽ സെക്രട്ടറി പാലാട്ട് ഹുസൈൻ ഹാജി സ്വാഗതം പറയും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എന്നിവർ പ്രഭാഷണം നടത്തും. MLA-മാരായ E ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, ജമാഅത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റുമാരായ C ഇബ്രാഹിം ഹാജി, തെരുവത്ത് മൂസ ഹാജി, ട്രഷറർ CH സുലൈമാൻ ഹാജി, കോയപ്പള്ളി പ്രസിഡന്റ് KK അബ്ദുള്ള ഹാജി, ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ വർക്കിംഗ് സെക്രട്ടറി അഷ്റഫ് ദാരിമി പള്ളങ്കോട് എന്നിവർ സംസാരിക്കും. ജമാഅത്ത് പ്രസിഡന്റ് VK അബ്ദുള്ള ഹാജി, ജനറൽ സെക്രട്ടറി പാലാട്ട് ഹുസൈൻ ഹാജി, ട്രഷറർ CH സുലൈമാൻ ഹാജി, മറ്റ് ഭാരവാഹികളായ MM മുഹമ്മദ് കുഞ്ഞി ഹാജി, B മുഹമ്മദ് ഹാജി, ഖാലിദ് അറബിക്കാടത്ത്, അഷ്റഫ് ഹന്ന, CH റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സോഷ്യൽ വെൽഫെയർ ആൻഡ് കൾച്ചറൽ അസോസിയേഷന് പുതിയ ഓഫീസ് കെട്ടിടം. ഉപ്പള ഗേറ്റിലാണ് പുതിയ ഓഫീസ് കെട്ടിടം ആരംഭിച്ചത്. സോഷ്യൽ വെൽഫെയർ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ഉപ്പള ഗേറ്റിൽ ആരംഭിച്ച പുതിയ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ് ഉദ്ഘാടനം ചെയ്തു.
അസോസിയേഷൻ പ്രസിഡന്റായ അയ്യൂബ് തമാം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഴയകാല സ്ഥാപക നേതാക്കളായ മെഹ്മൂദ് ഹാജി പച്ചലമ്പാറ, SM മുഹമ്മദ്, CA ഖാദർ മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. 35 വർഷക്കാലമായി ചാരിറ്റി മേഖലയ്ക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സോഷ്യൽ വെൽഫെയർ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ. നിരവധി രോഗികൾക്കും പാവപ്പെട്ടവർക്കും അത്താണിയാണ് ഈ സംഘടന. ഉപ്പളഗേറ്റിലെ ഈ ഏകദേശം മൂസോടി മുതൽ ഭഗവതി മുതൽ ഈ ഹിദായത്ത് നഗർ മുതൽ ഇങ്ങനെ ഒരു ചുറ്റളവ്, ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏത് എമർജൻസി സാഹചര്യം വന്നാലും അതിന് മുൻകൈ എടുക്കുന്നതും മുൻപിട്ട് ഇറങ്ങുന്നതും മുന്നിൽ നിൽക്കുന്നതും അത് സോഷ്യൽ വെൽഫെയർ കൾച്ചറൽ അസോസിയേഷനാണ്. ഇത് ഈ ഒരു ചാരിറ്റി സംഘടന എന്ന് പറയുന്ന ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു ചാരിറ്റി സംഘടന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴയിൽ ഏറെ ദുരിതം അനുഭവിച്ച പഴയ കടപ്പുറം സുനാമി കോളനി നിവാസികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. തുടർച്ചയായ ദിവസങ്ങളിലുണ്ടായ മഴയിലും പേമാരിയിലും ദുരിതത്തിലായ പഴയ കടപ്പുറം സുനാമി കോളനി നിവാസികൾ വീടുകളിലേക്ക് തിരിച്ചെത്തി. കടുത്ത മഴയെ തുടർന്ന് 43 കുടുംബങ്ങളാണ് പഞ്ചാബി സ്കൂളിലെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. മഴയുടെ കാഠിന്യം കുറഞ്ഞതിന്റെ ഭാഗമായി വെള്ളക്കെട്ട് താഴുകയും ഷോക്കടിക്കുന്നത് ഉൾപ്പെടെയുള്ള വൈദ്യുതി തകരാറുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞത്. സർക്കാർ സംവിധാനവും കാഞ്ഞങ്ങാട് നഗരസഭ വാർഡ് കൗൺസിലർമാരുടെയും ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം പൊതുപ്രവർത്തകർ എന്നിവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് വളരെ പെട്ടെന്ന് വീടുകളിലേക്ക് മാറാൻ കഴിഞ്ഞതെന്ന് ഇവർ പറഞ്ഞു. വീടുകളിലെത്തിയവർക്ക് വാർഡ് കൗൺസിലർ ഫൗസിയ ഷെരീഫ് മുൻകൈയെടുത്ത് മുഴുവൻ കുടുംബത്തിനും ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി. നമ്മുടെ ഈ 44 കോളനികൾ, സുനാമി കോളനിയിൽ വെള്ളം നിറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ വാർഡ് കൗൺസിലർ ഇവരെല്ലാവരും കൂടി നമ്മൾ സ്കൂളിൽ കുഞ്ചാവ് ജെ സ്കൂളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി 3 ദിവസം അവിടെ ക്യാമ്പുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ പെട്ടെന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കാനോ കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന മനസ്സിലാക്കിയും കൊണ്ട് നമ്മുടെ വാർഡ് കൗൺസിലറിൻ്റെ വക ഒരു ചെറിയൊരു കിറ്റായിട്ട് കൊടുക്കുന്ന, ഭക്ഷണ കിറ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരിവിടെ എത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും കാരണത്താൽ വീട്ടിലെന്തെങ്കിലും ഭക്ഷണത്തിന് വെക്കേണ്ടതില്ല എന്നുള്ള ഒരു മുൻകൂട്ടി കരുതൽ കണ്ടുകൊണ്ടാണ് ഇത് നമ്മുടെ വാർഡ് കൗൺസിലറിൻ്റെ വക കൊടുക്കുന്നത്. അരി, പഞ്ചസാര, കടല, ഉള്ളി തുടങ്ങിയ നിരവധി സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം വർഷ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം വരവേൽപ്പ് 2025 നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം വർഷ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം വരവേൽപ്പ് 2025 വിവിധ പരിപാടികളോടെയാണ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പഠിക്കും. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പഠിച്ചാൽ പിന്നെ എന്ത് പഠിക്കാനും എളുപ്പമാണ് അല്ലേ? ഭാഷ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക, സയൻസ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക, ഓരോന്നും എങ്ങനെയാണ്, മാത്സ് പഠിക്കാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിക്കുക. അപ്പോൾ പിന്നെ പഠിക്കാനുള്ളതെല്ലാം എളുപ്പമാണ്. SMC ചെയർമാൻ CK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ AV സുരേഷ് ബാബു, HM MP രാജേഷ്, സ്റ്റാഫ് സെക്രട്ടറി CK ബാബുരാജ്, K വിജയൻ, PTA അംഗങ്ങളായ ഷംസുദ്ദീൻ, നൌഷിബ, രവീന്ദ്രൻ ഇബ്രാഹിം, ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. രക്ഷാകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സിൽ സൗഹൃദ കോർഡിനേറ്റർ അധ്യാപിക രജിത വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്റ്റാഫ് സെക്രട്ടറി N സദാശിവൻ ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിക്കാട്ട് കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചെറുകഥാ പുരസ്കാര സമർപ്പണവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. അധ്യാപകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകൻ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അന്തരിച്ച നെല്ലിക്കാട്ട് കൃഷ്ണൻ മാസ്റ്ററുടെ 7ാമത് അനുസ്മരണം നടന്നു. സ്മരണിക്കായി രൂപീകരിച്ച നെല്ലിക്കാട് കൃഷ്ണൻ മാസ്റ്റർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. സാംസ്കാരിക വേദി നടത്തിയ ചെറുകഥാ ശില്പശാലയുടെ ഭാഗമായി നടത്തിയ ചെറുകഥാ രചനയിൽ മികച്ച രചനകളായി തെരഞ്ഞെടുത്ത ഹോസ്ദുർഗ് സ്കൂളിലെ B ഐശ്വര്യ, ബലായിസ് സ്കൂളിലെ ദേവനന്ദ മുരളി എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ബലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ SLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ 51 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. പ്രൊഫസർ C ബാലൻ ഉദ്ഘാടനം ചെയ്തു. വല്ലാത്ത അപേക്ഷമായിട്ടുള്ള
വല്ലാത്ത ഹൃദയബന്ധമുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ അനുസ്മരണ ചടങ്ങിൽ സന്നിഹിതരായത് എന്ന് ഞാൻ വളരെ ഞാനത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണമാഷ നന്നായിട്ടറിയുന്ന ചിലപ്പോൾ ദശാബ്ദങ്ങളോ എത്രയോ വർഷങ്ങൾ നീണ്ടുനിന്ന വ്യക്തിബന്ധങ്ങളുള്ള നിങ്ങളുടെ മുമ്പിൽ കൃഷ്ണമാഷയെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറയുന്നത് അധിക പ്രസംഗമായിട്ട് മാറും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നൊരു രൂപത്തിൽ അതുമായി അതിനോട് നീതി കാണിക്കുക എന്നൊരു കൃത്യമായ നീതിയൊന്നുമല്ല. രാധാകൃഷ്ണൻ പെരുമ്പള അനുസ്മരണ പ്രഭാഷണം നടത്തി. സാംസ്കാരിക വേദി പ്രസിഡന്റ് എം കുഞ്ഞമ്പു പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ലത, സ്കൂൾ PTA പ്രസിഡന്റ് എൻ ഗോപി, പ്രിൻസിപ്പൽ CV അരവിന്ദാക്ഷൻ, ഹെഡ്മാസ്റ്റർ എം ശുഭലക്ഷ്മി എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക വേദി സെക്രട്ടറി എൻ മണിരാജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം ദാക്ഷായണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീലിക്കോട് ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തുകയായിരുന്ന പാൻ മസാല ശേഖരം ചന്തേര പോലീസ് പിടികൂടി. 3000-ഓളം വലിയ പാക്കറ്റുകളിൽ നിറച്ച 25 ചാക്ക് പാൻ മസാല ഉൽപ്പന്നങ്ങളാണ് വ്യാഴാഴ്ച പുലർച്ചെ പോലീസ് പിടിച്ചത്. തൃക്കരിപ്പൂരിൽ വീടിനകത്ത് എയർ കണ്ടീഷണർ കത്തി പുക പടർന്നു. കുതിച്ചെത്തി ആശങ്കയൊഴിവാക്കി വീട്ടുകാരെ പുറത്തെത്തിച്ച് അഗ്നിരക്ഷാസേന തീയണച്ചു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റും കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പ്രസിഡന്റുമായ ഗാർഡർ വളപ്പിലെ KK കണ്ണൻ കുഞ്ഞി അന്തരിച്ചു. മൃതദേഹം ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. യോഗാചാര്യൻ KN ശംഭു നമ്പൂതിരിയുടെ സ്വാതിയോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് 50-ാം വാർഷികാഘോഷവും ആദരിക്കൽ ചടങ്ങും ശനിയാഴ്ച നടക്കും. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. ബ്രോഷർ പ്രകാശനം നടന്നു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പെരിയയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി നാടകോത്സവം ഉദുമ നിയോജക മണ്ഡലം MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം സന്തോഷ് കിടാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജൂലൈ 9-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് തല കൺവെൻഷൻ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടന്നു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പട്ടികവർഗ പുനരധിവാസ മിഷന്റെ 10 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ജൂൺ 21-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.